നിങ്ങൾ മാസം 10,000 രൂപയുടെ SIP സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതേ 12% എന്ന് വർഷാവർഷം നിങ്ങൾ ഉയർത്തി വരികയാണെങ്കിൽ എത്ര കോടി നിങ്ങൾക്ക് 20 വർഷം കഴിഞ്ഞ് ഇൻഡെക്സ് ഫണ്ടിൽ, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ, ഫ്ലെക്സി ക്യാപ്പിൽ, അതേപോലെ തന്നെ സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നോക്കാം. വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവസാനം വരെ കാണുക. ഇവിടെ 1,20,00,000 എന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമുക്ക് കിട്ടും. മാക്സിമം എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എന്നത് 6 to 7% മാത്രമാണ്. അതേപോലെ ഇൻഡെക്സ് ഫണ്ടിൽ 12 to 30% റിട്ടേൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുവഴി 2,20,00,000 എന്ന അളവിൽ ഉണ്ടാകും. പിന്നീട് ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ അവിടെ നമ്മൾ 15% ആനുവൽ ഇൻക്രിമെന്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ 5,82,00,000 ക്ലോസ് ടു 6 crores അവിടെ നമുക്ക് ഉണ്ടാവും. ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ആയിട്ട് വെച്ചിട്ടുള്ളത് 19 to 20% ആണ്. ആൻഡ് ലാസ്റ്റ് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ 24 to 25% എക്സ്പെക്റ്റഡ് റിട്ടേൺസിൽ എത്ര കിട്ടുമെന്ന് അറിയുന്നതിന് മുമ്പേ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക. സോ സ്മോൾ ക്യാപ്പിൽ നമുക്ക് 10 കോടിക്കടുത്ത് ഉണ്ടാക്കാനായി സാധിക്കും. ഇതിൽ ലോങ് ടേം ഇൻവെസ്റ്റിംഗിന് FD നമ്മൾ പ്രിഫർ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ഒപ്പം ഇൻഫ്ലേഷന്റെ ഡിഫറൻസ് നോക്കുന്നതിലും അപ്പുറത്ത് ജസ്റ്റ് കൺസിഡർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 1 crore 20 lakh to 2 crore 20 lakh or 6 crore or 10 crore എന്ന് കരുതി സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 10 കോടി കിട്ടും, ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 6 കോടി കിട്ടും എന്ന് കരുതി അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിന് നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഡീറ്റെയിൽ ആയി പഠിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം.